ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ആഗോള ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്ക് പരിഹാരങ്ങൾ നൽകുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങൾ നിർണയിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നിലമ്പൂർ വനമേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലും തിരച്ചിൽ തുടരുന്നു. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് അനുയോജ്യമായ പ്രവചന സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പോരാട്ടം തുടർന്ന് ഇന്ത്യ. ഒളിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ലക്ഷ്യ സെൻ. വാർത്തകൾ വിശദമായി. ആഗോള ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്ക് പരിഹാരങ്ങൾ നൽകുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതും കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളും നടപടികളും രാജ്യത്ത് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന്റെ ഉറവിടം കാർഷിക രംഗമാണെന്ന് പറഞ്ഞ ശ്രീ മോദി, മില്ലറ്റ്, പാൽ, പയർവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് ഇന്ത്യയെന്നും വ്യക്തമാക്കി. आज भारत एक फूड सरप्लस देश है. आज भारत दूध, दाल और मसालों का सबसे बड़ा प्रोड्यूसर है. भारत फूड ग्रेन, फ्रूट्स, वेजिटेबल, कॉटन, शुगर, टी, फ्रेम्ड फिश इनका दूसरा सबसे बड़ा प्रोड्यूसर है. एक वो समय था जब भारत की फूड सिक्योरिटी दुनिया की चिंता का विषय था. एक आज का समय है जब भारत ग्लोबल फूड सिक्योरिटी, ग्लोबल न्यूट्रिशन सिक्योरिटी इसके सॉल्यूशन देने में जुटा है. इसलिए फूड सिस्टम ट्रांसफॉर्मेशन जैसे विषय को डिस्कस करने के लिए भारत के अनुभव बहुमूल्य है. രാസരഹിത ജൈവ കൃഷിയാണ് രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുസ്ഥിര കൃഷി രീതിക്ക് 2024-25 കേന്ദ്ര ബജറ്റിൽ വലിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്ന 1900 പുതിയ ഇനം വിളകൾ കേന്ദ്ര സർക്കാർ ലഭ്യമാക്കിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങൾ നിർണയിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. 6 സംസ്ഥാനങ്ങളിലായി 56,800 ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങളെ പരിസ്ഥിതിലോല മേഖലയായി കരട് വിജ്ഞാപനത്തിൽ നിർണയിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങൾ ഉൾപ്പെടെയാണ് ഇത്. പൊതുജനങ്ങൾക്ക് കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 60 ദിവസത്തിനുള്ളിൽ അറിയിക്കാം. ESZ-MEF@nic.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടത്. പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിക്കുന്ന ഇടങ്ങളിൽ ഖനനം, ക്വാറികൾ, വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ നടപ്പിലാക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം 5ാം ദിവസം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അതേസമയം ദുരന്തബാധിതരെ പാർപ്പിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിസഭാ ഉപസമിതി അഭ്യർത്ഥിച്ചു. ചലച്ചിത്ര താരം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇന്ന് ദുരന്ത പ്രദേശമായ മുണ്ടക്കൈ സന്ദർശിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വനമേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. പ്രതികൂല കാലാവസ്ഥയും മറികടന്നാണ് പുഴയിലും കാട്ടിലുമായി തിരച്ചിൽ നടത്തുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 30 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 148 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. 200-ലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 2000-ഓളം പേരെ രക്ഷപ്പെടുത്തി. വയനാട് ജില്ലയിലെ 90-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ 10,000-ഓളം പേരാണ് കഴിയുന്നത്. ഉരുൾപൊട്ടൽ ബാധിത വയനാട്ടിൽ പുതിയ ടൗൺഷിപ്പ് നിർമ്മിച്ച് സമഗ്ര പുനരധിവാസം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് അനുയോജ്യമായ പ്രവചന സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള പഠനം നടത്താൻ കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട്ടിലെ
ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിന്റെ മൂലകാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണവും അത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള നയപരമായ ഉപദേശങ്ങളും സമഗ്രമായി തന്നെ വേണ്ടതുണ്ട്. തീവ്ര മഴയുടെ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിന് അനുസൃതമായോ മോഡൽ പാരാമീറ്റേഴ്സ് വികസിപ്പിക്കുന്നതിന് പഠനങ്ങൾ നടത്താൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പേർ പുനരധിവാസത്തിന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളതായി മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം ധനസഹായം നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയുടെ ഫലമായി കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ വരെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം. കർക്കടക വാവിനോടനുബന്ധിച്ച് ഇന്ന് കേരളത്തിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക്. തിരുവനന്തപുരത്ത് തിരുവല്ലം, വർക്കല, ശംഖുമുഖം, അരുവിക്കര, അരുവിപ്പുറം തുടങ്ങിയ ഇട്ടിടങ്ങളിലും ആലുവ, മണപ്പുറം, പത്തനംതിട്ടയിലെ തൃപ്പാറ മഹാദേവ ക്ഷേത്രം, ആറന്മുള ക്ഷേത്രക്കടവ്, കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശം, അഷ്ടമുടി ത്രിവേണി സംഗമം, കണ്ണൂർ തളാപ്പ് സുന്ദരക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, പയ്യാമ്പലം, കടപ്പുറം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. അമാവാസി 2 ദിവസങ്ങളിലായതിനാൽ ചിലയിടങ്ങളിൽ നാളെയാണ് വാവുബലി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു തിങ്കളാഴ്ച ഫിജിയിലേക്ക് യാത്ര തിരിക്കും. ഈ മാസം 10 വരെ ഫിജി, ന്യൂസിലൻഡ്, തിമോർ ലെസ്തെ എന്നീ രാജ്യങ്ങളിലാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഫിജിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഫിജിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ശ്രീമതി മുർമു ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ന്യൂസിലൻഡിലെത്തുന്ന രാഷ്ട്രപതി വെല്ലിംഗ്ടണിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഷ്ട്രപതി തിമോർ ലെസ്റ്റയിലെത്തി പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. പാരീസ് ഒളിമ്പിക്സിൽ മെഡലിനായുള്ള പോരാട്ടം തുടർന്ന് ഇന്ത്യ. ഇന്ന് മനു ഭാക്കർ ഷൂട്ടിംഗിലും ദീപിക കുമാരി, ഭജൻ കൌർ എന്നിവർ അമ്പെയ്ത്തിലും നിശാന്ത് ദേവ് ബോക്സിംഗിലും ഫൈനൽ മത്സരങ്ങൾക്കിറങ്ങും. ഗോൾഫിലും സെയിലിംഗിലും ഇന്ത്യൻ അത്ലറ്റുകൾ ഇന്ന് മത്സരിക്കുന്നുണ്ട്. ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. അമ്പെയ്ത്തിന്റെ മിക്സഡ് ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ അങ്കിത ധീരജ് സഖ്യം 4ാമതായി ഫിനിഷ് ചെയ്തെങ്കിലും വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടു. പുരുഷ ഹോക്കിയുടെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നാളെ ബ്രിട്ടനെ നേരിടും. ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇസ്രായേൽ നഗരമായ ടെൽ-അവീവിലെ ഇന്ത്യൻ എംബസി. രാജ്യത്തിനകത്ത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ എംബസി നിർദ്ദേശിച്ചു. ഗോലൻ മലനിരകളിൽ 12 കുട്ടികൾ കൊല്ലപ്പെടുകയും ഹിസ്ബുള്ള നേതാവ് ഫൗദ് ഷുക്കറിനെ ഇസ്രായേലി സേന വധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മേഖലയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായത്. ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും എംബസിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിന്റെ ഉപയോഗം തടഞ്ഞ തുർക്കിയെ. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ മരണവുമായി ബന്ധപ്പെട്ട അനുശോചന സന്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം അനുവദിക്കുന്നില്ലെന്ന് തുർക്കിയെ സർക്കാർ ആരോപണം ഉന്നയിച്ചിരുന്നു. അമേരിക്കൻ കമ്പനിയായ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തന രീതിയെ വിമർശിച്ച ടർക്കിഷ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുമെന്നും വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിവന്ന ലോക് അദാലത്ത് ഇന്ന് സമാപിക്കും. ലോക് അദാലത്തിലൂടെ 1000-ലധികം കേസുകൾ പരിഹരിച്ചതായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ അറിയിച്ചു. തീർപ്പാകാതെ കിടക്കുന്ന കേസുകളിൽ വേഗത്തിൽ രമ്യമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്ക് പരിഹാരങ്ങൾ നൽകുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നിലമ്പൂർ വനമേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലും തിരച്ചിൽ തുടരുന്നു. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് അനുയോജ്യമായ പ്രവചന സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പോരാട്ടം തുടർന്ന് ഇന്ത്യ. ഒളിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ലക്ഷ്യ സെൻ. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.